ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമുണ്ടായ സുവർണ കാലത്തിലൂടെയാണ് രാജ്യമിന്ന് കടന്നുപോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പരിപാടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയിൽ 9,750 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. സമരം ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. കേന്ദ്ര സർക്കാരും കർഷക സംഘടനാ പ്രതിനിധികളുമായുള്ള 4ാം വട്ട ചർച്ച മറ്റന്നാൾ നടക്കും. രാജ്യത്തെ താഴ്ന്ന പണപ്പെരുപ്പ നിരക്ക് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. ഇംഗ്ലണ്ടിനെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യയ്ക്കായി യുവാക്കളെയും വനിതകളെയും കർഷകരെയും പാവപ്പെട്ടവരെയും ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പരിപാടി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജസ്ഥാനിൽ 17,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യത്തെ ഓരോ കുടുംബത്തെയും സമൃദ്ധമാക്കുകയാണ് വികസിത ഭാരതം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യം സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണെന്നും സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമുണ്ടായ സുവർണ കാലത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് കടന്നുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. विकसित भारत बनाने के लिए हम देश के 4 वर्गों को मजबूत बनाने में जुटे हैं. ये वर्ग हैं युवा, महिला, किसान और गरीब. हमारे लिए यही 4 सबसे बड़ी जातियां हैं. റോഡ്, റെയിൽവേ, കുടിവെള്ളം, ഊർജ്ജം, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചത്. 5,000 കോടിയിലധികം രൂപയുടെ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഡൽഹി മുംബൈ 8-വരി പാതയുടെ 3 പുതിയ സെഷനുകൾ, ഉദയ്പൂർ ബൈപ്പാസ് എന്നിവ പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ 9,750 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രേവാഡിയിൽ നടക്കുന്ന ചടങ്ങിൽ നഗരഗതാഗതം, ആരോഗ്യം, റെയിൽ, ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. 5,450 കോടി രൂപ ചെലവിൽ 28.5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിച്ച ഗുരുഗ്രാം മെട്രോ റെയിൽ പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. രേവാഡി എയിംസിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. 240 കോടി രൂപ ചെലവിൽ കുരുക്ഷേത്രയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ജ്യോതിസർ അനുഭവ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രദർശനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹരിയാനയിലെ നിരവധി റെയിൽവേ പദ്ധതികൾക്കും പാത ഇരട്ടിപ്പിക്കൽ പ്രവൃത്തികൾക്കും ശ്രീ മോദി ഇന്ന് തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാരും പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനാ നേതാക്കളുമായുള്ള 3ാം വട്ട ചർച്ച ഇന്നലെ ചണ്ഡിഗഡിൽ നടന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമം ഉൾപ്പെടെയുള്ള കർഷക സംഘടനകളുടെ ആവശ്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. 5 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ കർഷക സംഘടനാ നേതാക്കളായ ജഗജിത് സിംഗ് ദല്ലേവാൾ, സർവൻ സിംഗ് പാന്ധർ, ജർനൈൽ സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 4ാം വട്ട ചർച്ച ഞായറാഴ്ച നടക്കുമെന്ന് ശ്രീ അർജുൻ മുണ്ട അറിയിച്ചു. രാജ്യത്തെ താഴ്ന്ന പണപ്പെരുപ്പ നിരക്ക് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. മുംബൈയിൽ ഇന്നലെ നടന്ന 59ാമത് സീസൺ ഗവർണേഴ്സ് ഉച്ചകോടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യവിലകളിലെ തുടർച്ചയായ മാറ്റങ്ങളും ഭൌമരാഷ്ട്രീയ സംഭവവികാസങ്ങളും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ വെല്ലുവിളി ഉയർത്തുന്ന ഘടകങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ അതിവേഗം വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഉയർന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം കാലോചിതമായ ധനനയങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കാൻ രാജ്യത്തെ സഹായിച്ചതായും വ്യക്തമാക്കി. ഇൻസാറ്റ് 3DS ഉപഗ്രഹം വഹിച്ചുകൊണ്ടുള്ള GSLV F-14ന്റെ വിക്ഷേപണം നാളെ വൈകിട്ട് 5:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നടക്കും. GSLVയുടെ 16ാമത്തെ വിക്ഷേപണമാണിത്. മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, ദുരന്ത മുന്നറിയിപ്പ്, കരയുടെയും സമുദ്രത്തിന്റെയും ഉപരിതല നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS.
നിലവിൽ ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR ഉപഗ്രഹങ്ങളാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകിവരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ രണ്ടാം ഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് പൂന്തുറ, പാച്ചല്ലൂർ എന്നിവിടങ്ങളിലാണ് പര്യടനം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ സർക്കാർ ആശുപത്രിക്കും സ്വകാര്യ ബസ് സ്റ്റാൻഡിനും സമീപമാണ് പര്യടനം. കോഴിക്കോട് ഇരഞ്ചിക്കൽ, അരീക്കോട് എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. കുടുംബശ്രീയുടെ K4 കെയർ പദ്ധതിയിലെ പരിശീലനത്തിന് തുടക്കമായി. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം വേണ്ടിവരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. വയോജന പരിചരണം, രോഗീ പരിചരണം, ഭിന്നശേഷി പ്രസവ പരിചരണം തുടങ്ങിയ സേവനങ്ങളാണ് ഇപ്രകാരം നൽകുന്നത്. ഇതിനായി 1000-ഓളം കുടുംബശ്രീ വനിതകൾക്ക് പരിചരണ മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകും. പരിപാടി മന്ത്രി MP രാജേഷ് രാവിലെ തിരുവല്ല തിരുമൂലപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 500 പേർക്കാണ് പരിശീലനം. K4 കെയർ എക്സിക്യൂട്ടീവുകൾ എന്ന പേരിൽ ഏപ്രിൽ 15ഓടെ ഇവരുടെ സേവനം സംസ്ഥാനത്ത് നൽകി തുടങ്ങും. അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനായി ആരംഭിക്കുന്ന കെയർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 42 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും 37 ഐസൊലേഷൻ വാർഡുകളും ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അപൂർവ രോഗ ചികിത്സാ സമഗ്ര പദ്ധതിയായ കെയറിൽ രോഗിക്ക് പരമാവധി 50 ലക്ഷം രൂപയുടെ വരെ ചികിത്സ ലഭ്യമാകും. വയനാട്ടിൽ ബേലൂർ മഗ്നി എന്ന മോഴയാനയെ പിടികൂടാൻ ഒരാഴ്ചയായി തുടർന്നുവരുന്ന ശ്രമം പുരോഗമിക്കുന്നു. കാട്ടാന നിലവിൽ പനവല്ലി MD വനമേഖലയിലാണ് ഉള്ളതെന്ന് വനം വകുപ്പിന് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. മയക്കുപിടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയയും ദൌത്യ സംഘത്തിന്റെ കൂടെ ചേർന്നിട്ടുണ്ട്. മുൻപ് ഇതേ കാട്ടാനയെ പിടികൂടിയ കർണാടക വനപാലക സംഘാംഗങ്ങളും ദൌത്യ സംഘത്തിന് ഒപ്പമുണ്ട്. മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിലെ SP ഓഫീസിനും മിനി സെക്രട്ടേറിയറ്റിനും നേർക്ക് ഇന്നലെ രാത്രിയുണ്ടായ പ്രതിഷേധം അക്രമാസക്തമായി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർവാതക ഷെൽ പ്രയോഗിച്ചു. പ്രതിഷേധക്കാരിൽ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരാചന്ദ്പൂരിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിനെതിരെയാണ് ജനക്കൂട്ടം പ്രതിഷേധിച്ചത്. ഈ ഉദ്യോഗസ്ഥൻ സായുധരായ അക്രമികളോടൊപ്പം നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. SP ഓഫീസിൽ നിർത്തിയിട്ടിരുന്ന വാഹനവും പ്രതിഷേധക്കാർ കത്തിച്ചു. രാജ്കോട്ടിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 415 റൺസ് എന്ന നിലയിലാണ്. മാച്ചിന്റെ ആദ്യ ദിനമായിരുന്ന ഇന്നലെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച് ഇന്ത്യയും ഇംഗ്ലണ്ടും സമനിലയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ഒഡീഷയോടും പഞ്ചാബിനോടും തോറ്റ ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ കളി നിർണായകമാണ്. തെക്കൻ ലബനനിൽ ഇസ്രായേൽ 10 സിവിലിയന്മാരെ വധിച്ചതിന് മറുപടിയായി ഇസ്രായേലി പട്ടണമായ കിരിയത് ഷിമോനിക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് സംഘടനയായ ഹിസ്ബുള്ള. ലബനൻ അതിർത്തിക്കടുത്തുള്ള ഇസ്രായേൽ പട്ടണത്തിന് നേർക്കാണ് കത്യുഷ റോക്കറ്റുകൾ തൊടുത്തുവിട്ടതെന്ന് സംഘടന അറിയിച്ചു. എന്നാൽ ഗാസ യുദ്ധത്തിന് സമാന്തരമായി ഹിസ്ബുള്ളയും ഇസ്രായേലും ഏറ്റുമുട്ടുന്നത് സംഘർഷത്തെ സങ്കീർണമാക്കുമെന്ന ആശങ്ക ഐക്യരാഷ്ട്രസഭ പങ്കുവച്ചു. ബുധനാഴ്ച ലബനനിലെ നബാത്തിയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറെ ഉൾപ്പെടെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇക്കാര്യം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുണ്ടായ സുവർണ കാലത്തിലൂടെയാണ് രാജ്യം ഇന്ന് കടന്നുപോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പരിപാടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയിൽ 9750 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. സമരം ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. കേന്ദ്ര സർക്കാരും കർഷക സംഘടനാ പ്രതിനിധികളുമായുള്ള 4ാം വട്ട ചർച്ച മറ്റന്നാൾ നടക്കും. രാജ്യത്തെ താഴ്ന്ന പണപ്പെരുപ്പ നിരക്ക് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറപ്പാകുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. ഇംഗ്ലണ്ടിനെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.